വാവ്, ഇത് പഴയ കാലത്തെ ഒരു ഭയങ്കരൻ ഡൈനിങ് ഹാളാണ് ചെറുമോളെ. എൻ്റെ അമ്മേ, എന്ത് വലുപ്പമാണ് ഇതിന്. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂള് കാണുന്നത്. എല്ലാം കൊണ്ടും അല്ലേ ചെറുമോളെ, ഭയങ്കര ജീവനുള്ളൊരു പടമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതും നമ്മൾ ആ ലൈറ്റിങ്ങും എല്ലാം കൂടി കയറി വന്നപ്പോഴേക്ക് ഇത് കണ്ടില്ലേ, ഒരാളവിടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നിയത്. സിറ്റ്. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കട്ടെ, നോക്കി. സിറ്റ്. എങ്ങനെയുണ്ട് ഈ വ്യൂ? ആ വീടിൻ്റെ കൊച്ചു ബാൽക്കണി ഉണ്ടോ, നല്ല രസമല്ലേ. അതുപോലെ ഈ മേളിലെയും മുറിയിലേക്ക് ഉണ്ടല്ലോ ഒരു വഴി. ഇതിൽ ഇത് കണ്ടോ, കുഞ്ഞു വഴി. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ നമ്മളൊരു യൂറോപ്യൻ വില്ലേജിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഓസ്ട്രേലിയയിൽ യൂറോപ്യൻ വില്ലേജുണ്ട്. അതെ, ഇവിടെ ഒരു യൂറോപ്യൻ വില്ലേജ് ഉണ്ട്. നമ്മളിപ്പം മെൽബണിൽ നിന്നൊരു 40 മിനിറ്റ് മാറി എൽത്താം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അപ്പം ഇവിടെ ഒരു യൂറോപ്യൻ വില്ലേജ് ഉണ്ട്. അതെന്താണ്, എന്താ സംഭവം എന്നുള്ളതൊക്കെ നിങ്ങളെ അകത്തേക്ക് കയറി ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ എന്തായാലും ഈ ഒരു വില്ലേജിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് വേണം. ആയി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ. ഒരാൾ ചെറിയ ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് പയ്യെ എണീറ്റിട്ടുണ്ട്. കുറേ വണ്ടികളൊക്കെ കിടക്കുന്നു. ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ മനസ്സിലാകുന്നില്ല. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. വാ. പെരുന്നാണോ? അപ്പം ഇതാണെന്ന് തോന്നല്ലേ ഇതിൻ്റെ ആ ഒരു എൻട്രൻസ്. നമുക്കിവിടെ പാസോ ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം അല്ലേ. പക്ഷെ നല്ല രസമുണ്ട് കാണാനല്ലേ. അതെ. അപ്പോൾ ഈ വില്ലേജ് എന്താണെന്നുള്ളത് നിങ്ങളോട് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞുതരാം. ഈ ഭാഗത്തേക്ക് നോക്കി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. കാര്യം തണുപ്പുണ്ടെങ്കിലും ഇന്നൊരു നല്ല ഡേ ആണല്ലേ. നല്ല ഡേ, അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ഉണ്ട്. ഓട്ടം സീസൺ കഴിയാറായല്ലോ. എല്ലാം കുറച്ച് എല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫുൾ ഉള്ളപ്പോ നല്ല ഭംഗിയായിരുന്നായിരിക്കും ഇവിടെ കാണാൻ അല്ലേ. അതെ. ഒരാളാണെ പിറാന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തോ കണ്ടതിന് സന്തോഷം തോന്നുന്നു. പക്ഷെ ഉറക്കത്തിന് ഏറ്റവും പുതിയൊരു സ്ഥലം. എൻട്രൻസ് ഞാൻ ചെറുപ്പം എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു യൂറോപ്യൻ വില്ലേജിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ യൂറോപ്യൻ വില്ലേജിൻ്റെ ആ ഒരു സ്റ്റൈൽ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അകത്ത് കയറി ചോദിക്കാം. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മോൺസാൽവട്ട് അല്ലേ. അപ്പം ഇങ്ങോട്ട് ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഒരു ടിക്കറ്റ് എടുക്കാം. ഒരു സെക്കൻഡ്, അപ്പോൾ ഞാനിവിടുത്തെ സർപ്രൈസ് ഒന്ന് പൊളിച്ചോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു യൂറോപ്യൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇത് ശരിക്കും 1930 കുറേ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ഈ ഒരു മെൽബണിലെ ഒരു യൂറോപ്യൻ വില്ലേജ് അന്ന് ഉണ്ടായിരുന്ന ആ ഒരു വില്ലേജിൻ്റെ സ്റ്റൈലിൽ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അന്നത്തെ ആ ഒരു യൂറോപ്യൻ വില്ലേജിൻ്റെ സ്റ്റൈലിലാണ് ഇവർ ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഇതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും മ്യൂസീഷ്യൻസും ഒക്കെ വന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അവരുടെ കലാപരമായ കലകളെ ഉണർത്തിയല്ലേ ഇവിടെ ഇരുന്ന് പെയിൻറ്റിങ് കാര്യങ്ങൾ വർക്കുകളൊക്കെ ചെയ്യുകയും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പഴയ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത്. നമുക്ക് കയറിയിട്ട് കാണാം. കൂടാതെ ഒരു പഴയ മോഡലുള്ള ഒരു കഫേ ഉണ്ടല്ലേ. ഈ ഒരാൾ ചാടി പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് കയറാനായിട്ടൊരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എത്രയും നമുക്ക് നോക്കാൻ എത്തിയെന്നിട്ട്. അതുപോലെ തന്നെ എൻ്റെ കാഴ്ചപ്പെട്ട അത്രയേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഒരു പഴയ ഒരു നമ്മുടെ നാട്ടിലെ എന്താ റോളർ പോലത്തെ ഒരു പഴയ മെഷീൻ കിടക്കുന്നുണ്ടല്ലേ. അത് ഒത്തിരി വർഷം പഴയ സാധനമാണ് കേട്ടോ. കുഞ്ഞു അതാ കാണിക്കുന്നത്. നമുക്കപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് പോകണം അല്ലേ. കാളവണ്ടി പോലത്തെ സാധനം ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു മെഷീൻ കിടപ്പുണ്ട്. എന്താണെന്നോ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ അവിടുത്തെ ആ ഒരു കഫേ വഴിയാണല്ലേ ഇതിൻ്റെ എൻട്രൻസ്. അതും പഴയ ആ ഒരു രീതിയിലാണ് കേട്ടോ അവിടുത്തെ കഫേ അകം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു നോർമൽ കഫേയുടെ ഒരു സെറ്റപ്പാണ് ഔട്ട്ഡോർ. അപ്പം അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്കൊരു ബുക്ക്ലെറ്റും തന്നിട്ടുണ്ടല്ലേ അവർ. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസും മാപ്പും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി അകത്തേക്ക് കയറാം അല്ലേ. വാ. നല്ല ഡേ ആണ് കേട്ടോ. നല്ലൊരു കഫേയാണ്. അതിനകത്ത് ഐറ്റംസ് ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. നമുക്ക് എന്തായാലും ഇവിടെ നേരെ അകത്തേക്ക് പോകാം കേട്ടോ. അതിന് നമ്മൾ ഓൾറെഡി ബ്രഞ്ച് പോലെ കഴിച്ചു. അതെ കഴിയാം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം അല്ലേ. ഭയങ്കര കാമാൻകോയിട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിയുന്നുണ്ട്. എങ്ങ് നോക്കിയാലും അല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണല്ലേ. ഒരാൾ നേരെ കയറി വന്ന് ഇവിടെ കണ്ട വെള്ളം കണ്ടതിൻ്റെ സന്തോഷം ചെയ്യുകയാണ്.
വരാം. വെള്ളം വെള്ളം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരാളിവിടെ. നമുക്ക് അപ്പുറത്തോട്ട് പോയി കാണാം. അപ്പുറത്ത് ഇതോ അതില് നടപ്പുണ്ട്. അതായത് ഏറ്റവും ഭയങ്കര ഭംഗിയാണ് എങ്ങോട്ട് നോക്കിയാലും. പ്രത്യേകിച്ച് ഫോണിനകത്തൂടെയും ക്യാമറയുടെ ഒക്കെ നോക്കുമ്പോഴേക്കും എല്ലായിടവും നല്ല ഫോട്ടോസിന് പറ്റിയ ഫ്രെയിമാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഫ്രെയിം അല്ലേ? നല്ല ഫ്രെയിമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമാണ്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം പറഞ്ഞല്ലോ ഇതിലെയാണ് നമ്മൾ ആ കഫേ വഴി എൻട്രി. ഇതാ ഇതിലെയാ. ഓക്കെ, ഇങ്ങോട്ടാണ് എൻട്രി. ഓക്കെ, അപ്പൊ നമ്മൾ കയറി വന്നത് ഇവിടുത്തെ കഫേ വഴിയാണ്. കഫേന്ന് വേണേ ഇറങ്ങിയേച്ച് നമുക്ക് ഇതിലേ കയറും. ഇതിലേ കയറാം. അതുകൂടാതെ നമുക്ക് അങ്ങോട്ട് കുറെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും കോഫിയൊക്കെ കൊണ്ടുവന്നു. അവിടെ ഒന്നും കഴിക്കാതിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം ഇങ്ങോട്ട് കുറേ ഏരിയ ആണ് കേട്ടോ. എല്ലാം കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു അതിലാണ് എൻട്രൻസ് അല്ലേ, നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം എന്തൊക്കെയാണുള്ളത്. ഇതിലെ അതുപോലെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ പഴയ കാലത്തെ ആ ടൈപ്പ് മതിലുകളും കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ താഴെ ഒരു കുഞ്ഞ് പള്ളിയുടെ മാതൃകയിൽ എന്തോ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെയൊക്കെ പോയി കാണാം. ഇവിടെയും കുറേ പഴയ ആ ഒരു യൂറോപ്യൻ സ്റ്റൈല് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാ, നമുക്ക് ഈ വില്ലേജ് ഫുള്ള് കറങ്ങി കാണണം കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യം കയറുന്നതിന് മുമ്പേ ഇതേ ഒരാളിവിടെ കണ്ടിരിക്കുന്നത് നമ്മുടെ ഡക്ക്. എന്താണല്ലേ, നമ്മുടെ കൽക്കത്തിനെയോ താറാവിനെയോ പറഞ്ഞ വലിയ സാധനം. അതെ, അപ്പോൾ കുഞ്ഞിന് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ടി വിയിലൊക്കെയാണല്ലോ ഇതിനെ കാണുന്നത്. അപ്പം ഇതിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ നമുക്ക് എന്തായാലും കുഞ്ഞിനെ നമുക്ക് ആദ്യം ഇവരെ കൊണ്ടൊന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ മരങ്ങളുടെ കളറും ഫ്രെയിം അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല, നല്ല ഭംഗിയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗി. സോയിക്കിട്ട് അമ്മമാർക്ക് നല്ല സൈസാണ്. നിനക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യം ഉണ്ടോ? നമുക്ക് ആദ്യം വില്ലേജൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോലെ. സ്പീഡ് പറഞ്ഞു കേട്ടോ. ഒരാളുടെ സ്പീഡ് കുറഞ്ഞു. ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടപ്പോഴേക്കും സോയിക്കോട്ടിനേക്കാളും വലിയ താറാവാ അല്ലേ? കാക്കാന്ന് പറഞ്ഞ ഒരാൾ പോകുന്നുണ്ട്. കൊച്ചിന്റെ സൈസ് അനുസരിച്ചുള്ള നോക്കിയപ്പോൾ കാക്കയാ. ഇതേ സോയിക്കോട്ടിനേക്കാളും വലുത് കേട്ടോ അമ്മ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, സോയിക്കോട്ടൻ കുഞ്ഞാണ്. കുഞ്ഞ് കാക്കയുടെ പുറകെ പോകുന്നു. കാക്കയുടെ പുറകെ പോവാണ്. അതെ, ഒരാൾ കാക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോട്ടോ. അതിനടുത്ത് പോകുന്നുണ്ടോ? സോയിക്കോട്ടൻ അങ്ങോട്ട് പോകണോ ഒന്ന്? ഒത്തിരി അടുത്തോട്ട് പോകണ്ട. വല്ല അതിന്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് പേടി വരുന്നുണ്ട്. നാട്ടിലുള്ള കുഞ്ഞല്ലേ ഉള്ളൂ. ഒരു 2-3 എണ്ണത്തിനടുത്ത് വെച്ചേക്കുന്ന പോലെ. ഭയങ്കരന്മാരാ ഇവന്മാര്. പ്രത്യേക ഐറ്റംസ് ആണ് കേട്ടോ. ചെറുമളെ നോക്കി, നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. നിലത്ത് മുട്ടിയാ പോകുന്നത്. ഇതിപ്പോ വില്ലേജ് കാണാൻ വന്ന ഒരാൾ ഇത് കാക്കയുടെ പുറകെ പോയി ഞങ്ങൾക്ക് വില്ലേജ് കയറാൻ പറ്റില്ല. പൂച്ചയുടെ സ്റ്റാച്ചു ഇതെല്ലാം വില്ലേജിന്റെ ഭാഗമാണ്. നമുക്ക് മെയിൻ സ്ഥലങ്ങളിലേക്ക് പോകാം. എന്നിട്ട് കുഞ്ഞിനെ കൂടെ നമുക്ക് ഇവിടെ ഇറക്കാം. അപ്പൊ എന്തായാലും ഒരാളെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വില്ലേജ് കാണാൻ വന്നിട്ട് ഒരാൾ താറാവിന്റെ പുറകെ ഓടി. എന്തായാലും നമുക്ക് ഇവിടെ അകത്തേക്ക് കയറാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഫുള്ള് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെയാണല്ലേ. നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. പഴയ ടൈപ്പ് ബിൽഡിങ്ങുകൾ. ഇത് ആർട്ടിസ്റ്റുകൾ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലേ. ഓക്കെ, നൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓരോരോ സാധനങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കേണ്ടവർക്കാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. 1930 സെറ്റ് ചെയ്തതാണ്. അന്നത്തെ കാലത്തെ യൂറോപ്യൻ ആ ഒരു സ്റ്റൈലിൽ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നല്ലതോടെ നമുക്കിനി ഇതിനകത്ത് എന്താണെന്ന് പോയി നോക്കിയാലോ. ചോദിക്കട്ടെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് 1930-കളിലെ യൂറോപ്യൻ ബിൽഡിങ്സ് ഇങ്ങനെയാണോ എന്നുള്ളത് യൂറോപ്പിലുള്ളവർക്ക് അറിയായിരിക്കും. അവരങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, അടിപൊളി. ഇത് കിച്ചൺ അതല്ലേ ശരിക്കും നമ്മുടെ കിച്ചണും മറ്റേ ഇതുപോലെ ലിവിംഗ് സ്പേസും. ശരിക്കും ഇതിന്റെ മോഡേൺ വേഷൻ അല്ലേ നമ്മുടെ മോഡേൺ കിച്ചണൊക്കെ. അന്നും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു അല്ലേ, തടിയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. എന്താ നമ്മുടെ നാട്ടിലൊക്കെ ചായ കൊടുക്കുന്ന പോലത്തെ സാധനമൊക്കെ ഇരിക്കുന്നു. സോ ഇവിടെ അകത്ത് ഇത് പഴയ കാലത്താണോ പുതിയ കാലത്താണോ എന്ന് അറിയത്തില്ല. കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ട്. ഇങ്ങോട്ട് നോക്കിയേ, മറ്റേ വലിയ മറ്റേ ഇത് വിൻഡോ, നല്ല വ്യൂ ആണല്ലോ. നല്ല വ്യൂ ആണ്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോഴും ഇവിടെ വന്നവർക്ക് വരയ്ക്കാം, ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് എനിക്ക് വിചാരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ കണ്ടോ. താമസിക്കാൻ പറ്റുമോ എന്നാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വന്ന് അവർക്ക് ഈവൻ ആർട്ടിസ്റ്റുകൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ കിട്ടേണ്ട സ്ഥലമാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമത്. വാ നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. വാ, നല്ല രസമുള്ളൊരു മരം കണ്ടോ അവിടെ നേരെ ഇറങ്ങാൻ നിർത്തിയോളെ. അടിപൊളിയല്ലേ.
നമുക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയാലോ? എന്തായാലും ഇത്രയും നല്ല സ്ഥലമല്ലേ മോളെ, ആ നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തങ്ങ് പോകാം അല്ലേ? നമ്മൾ ആദ്യം വിചാരിച്ച് ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ നേരം. പക്ഷേ ഇപ്പോൾ ലൈറ്റിംഗ് ഒക്കെ പോയി വരുന്നുണ്ട്, പ്രത്യേകിച്ച് വിന്റർ ഒക്കെ ആയതുകൊണ്ട് ഇരുട്ടാൻ സാധ്യതയുണ്ട്. നല്ല ഭംഗി തോന്നുന്ന സ്പോട്ട് പിന്നെ നമുക്ക് ചിലപ്പോൾ വിട്ടുപോകും തിരിച്ചു വരാന്ന്. അതെ അതെ, ഈ ഇച്ചിയാണ് താഴെ കഴിക്കാൻ. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാം. ഇത് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ വൈഡ് ഫോട്ടോ എടുക്കാൻ നേരം ഒരാൾ വന്നു. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രെയിമിൽ കയറുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. വാ, നമുക്ക് മുന്നോട്ട് പോയി നോക്കാവേ എന്തൊക്കെയുണ്ടെന്ന്. ബസ് നോക്കട്ടെ, വാ. സിറ്റ്, പാവച്ചൻ്റെ ഫോട്ടോ എടുക്കട്ടെ. നോക്കി സിറ്റ്, അവിടെ സെറ്റ് ചെയ്തേ. അവിടെ പോയി ഇരുന്നേ. അവിടെ പോയി പപ്പ ഫോട്ടോ എടുക്കട്ടെ കുഞ്ഞിൻ്റെ. അവിടെ ഇരുന്നോ തണുപ്പൊക്കെ അല്ലേ, ഇരുന്നോ. ആ ചിരിച്ചേ സോക്കൂട്ടാ, പപ്പേനെ നോക്കി ചിരിച്ചേ. ഇരുന്ന് ചിരിച്ചേ, ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ല. ഇരുന്നേ. ആ ഇരുന്നിട്ട് ചിരിച്ച് കാണിച്ചേ പപ്പേനെ. മങ്കല്ലടാ, മനുഷ്യനാടാ. പപ്പനെ നോക്കിയേ, ഈശോ പാപ്പയാണോ അത്? ചോക്കട്ടാ, ഈശോ പാപ്പ അല്ല അത്. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്നത് ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തം വെള്ളമായിട്ട് നിറച്ച് സ്നെയിലാണല്ലേ. ഫുള്ള് ലക്ഷക്കണക്കിനുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റാച്ചുകളാണ്. ഇതെല്ലാം ഇവിടുത്തെ കലാകാരന്മാർ വന്ന് ഓരോ ആൾക്കാർ ഇവിടെ വന്നിട്ട് കല്ലിലും അതിലും ഇതിലൊക്കെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ശരിക്കും നമ്മൾ അതിൻ്റെയാണ് മീൻസ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇതുപോലത്തെ ചെറിയ പ്രതിമകൾ. ഇവിടെ കുറേ പ്രതിമകൾ. ഇവിടെ മൈക്ക് ഓണാണ് ഏർമളുടെ. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മനസ്സിലാകുന്നില്ലേ, കുറേ അധികം ഇതുപോലത്തെ പ്രതിമകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കോണിലും ഉണ്ട് ഇതുപോലത്തെ കുറേ പ്രതിമകൾ. ഒരാളവിടെ പപ്പായ വിളിക്കുന്നു. വാ പോ. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് ഈ പറഞ്ഞിടത്തെ പ്രതിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ കുഞ്ഞു കുറേ വീടായിട്ട് വെച്ചിട്ടുണ്ടല്ലേ. കുറേ വീടായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൈന്യൂട്ട് ആർട്ട് വർക്കുകൾ എല്ലായിടത്തും കാണാം കേട്ടോ. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓരോന്ന് സൂക്ഷിച്ച് നോക്കണം അല്ലേ. എല്ലായിടത്തും ഓരോ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും താഴെ കുറേ ബിൽഡിങ്ങുകൾ, പഴയ കാലത്തെ ബിൽഡിങ്ങുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവരാണ്. മറ്റേ എല്ലാം ഭയങ്കര വ്യൂ അല്ലേ. അതെ, ഞാൻ എന്തായാലും ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കണം. നമുക്കും താഴെ നല്ല ഭംഗിയുള്ള ഒരു പഴയ കെട്ടിടം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഉള്ളതെന്ന്. നല്ല രസമുണ്ട് കാണാം. ഈ ഒരു ബിൽഡിംഗ് ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോക്കിയപ്പോൾ താഴെ ഒരു വഴി കാണുന്നുണ്ട്, ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. ഇതിനെ നമുക്ക് കയറണ്ടേ, താഴത്തെ വഴി കയറാം. പക്ഷെ ആ റോട്ടിൽ കൂടെ പോകണമായിരിക്കും. നമുക്ക് ഇതിലെ കയറി പോകാം. വാ, ആദ്യം ഇവിടെ കയറി നോക്കാം എന്താ ഉള്ളത്. വാ, അതിലിറങ്ങി വരാം. വാ, ഒരാൾ കാര്യമായിട്ട് കാണാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. അകത്ത് കയറുമ്പോൾ എന്താ അവസ്ഥ. ഗ്രേറ്റ് ഹോൾ ഗാലറി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താണുള്ളത് നോക്കാം കേട്ടോ. അകത്തേക്ക് പെട്ടെന്ന് ഞാനിത് റൈറ്റ് സൈഡിലേക്ക് നോക്കി ഇവിടെ വേറൊരു സംഭവം കണ്ടു കേട്ടോ. ഇതെന്താ സ്വിമ്മിംഗ് പൂളോ? അടിപൊളിയാണല്ലോ ഇത് കാണാനായിട്ട്. വാ, നമുക്ക് അകത്തേക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് അന്നത്തെ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും, ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അതാ അങ്ങോട്ടുള്ള എൻട്രൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഈ ബിൽഡിംഗ് കണ്ടിട്ട് അവിടെ നിന്ന് കയറാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോഴേക്കുമാണ് സൈഡിൽ വെള്ളം കണ്ടേ, അങ്ങനെ അകത്തേക്ക് കയറിയത്. ഒരാൾ അവിടെ ഇരുന്നു മടുത്തെന്ന് തോന്നുന്നു. ഇരുന്നിട്ടേ വരുള്ളൂ. വാ, ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂള് കേട്ടോ. കാരണം ഇതിൻ്റെ ചുറ്റും ഫുള്ള് ഒരുമാതിരി ഡാർക്ക് കളർ തീം ആയതുകൊണ്ട് വെള്ളം നല്ല നീല നിറത്തി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അല്ലേ മോളെ?
ആ വെള്ളത്തിന് നീലനിറം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പണ്ട് 1930 സെറ്റ് ചെയ്തതാണല്ലോ, അന്നത്തെ ഒരു പൂളായിരിക്കണം. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ തന്നെ കഫേ പോലെ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി അവർ കുറച്ച് ടേബിളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അവിടെ ഇരിക്കാം. അതെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇപ്പം അവരുടെ കഫേയുടെ ഭാഗമായിട്ട് നമുക്ക് അവിടെ ഇരിക്കായിരിക്കും. പക്ഷെ അവിടെ ആൾക്കാരും ഇല്ല, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ആയിരിക്കില്ല. കഫേ മെയിൻ സ്ഥലം ഒരിടത്താണെങ്കിലും കുറേ സ്ഥലത്തേക്ക് അവർ കോഫിയൊക്കെ കൊണ്ടുവന്നുണ്ട്. ചിലപ്പോൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതായിരിക്കണം. എന്തായാലും ഇതൊരു പഴയ പൂളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാം. വാ, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ ആ ചെടിയും മരങ്ങളൊക്കെ നിൽക്കുന്നേ നല്ല രസമല്ലേ? നമുക്ക് നോക്കാം. വാ. അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പൂള് കാണുന്നത്. എല്ലാം കൊണ്ടും അല്ലേ മോളെ? ഭയങ്കര രസമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് കണ്ടാലറിയാം. എന്താ എനിക്ക് പറഞ്ഞറിയാൻ വാക്കുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗി. അപ്പം അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അത് നാരങ്ങയാണോ ഓറഞ്ചാണോ അങ്ങേ സൈഡിൽ നിൽക്കുന്നത്? ഒരു കുഞ്ഞു സാധനം കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. നിങ്ങളവിടെ കാണിക്കാം. ഓ, ചെറിയ ഓറഞ്ചാണ് കേട്ടോ ഇത്. എൻ്റെ പൊന്നെ, എന്ത് കുഞ്ഞാന്ന് നോക്കി. തീരെ ചെറിയ ഓറഞ്ചാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാർക്കാണെങ്കിൽ ഓരോ സ്ഥലത്ത് നോക്കിയാലും കലാസൃഷ്ടികൾ കാണാൻ കേട്ടോ. അത് നോക്കി, ആ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ആ ഒരു മേശയുടെ താഴ്ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു മനുഷ്യനാണ് ആ കൊത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങേ സൈഡിൽ ഒരാളുണ്ട്. ഇങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആ കോർണറിലൊക്കെ ഉണ്ടല്ലോ ഓരോ തലയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? ഒത്തിരി സംഭവങ്ങളുണ്ട്. നോ സ്വിമ്മിങ് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ ആ ഒരു സമയത്തെ പൂളായിരിക്കണം. ഈ ഒരു സൈഡിലെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലേ, പഴയ കെട്ടിടം ആണല്ലേ? ആയിരിക്കണം. ഇതിനകത്ത് എന്താണ് സംഭവം? ഓക്കെ, എനിക്കൊന്ന് പണ്ട് ഇത് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന ബാറോ അങ്ങനെ എന്തോ ആയിരുന്നു റോളെ. ഇപ്പോൾ അവരത് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്തെന്ന് തോന്നുന്നു. ഇതിനകത്ത് കയറാം. ബാ, അത് തീർന്ന് നോക്കാം എന്താണോ. ഓക്കേ ഓക്കെ, ഇത് ഭയങ്കര ഭംഗിയാണ് നമ്മളെ. ആൾക്കാരുണ്ട് അകത്ത്. സിനിമകളോർത്തോ പ്രേതമാണെന്ന് ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ 1930 ഈ പൂളിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ബാറോ റെസ്റ്റോറൻറ്റോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പായിരുന്നു. ഇവിടെയും പഴയ കാലത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അന്നത്തെ ആ ഒരു രീതിയിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. റൂഫൊക്കെ കണ്ടില്ലേ, ഫുള്ള് തടിയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പഴയ കുറേ പിയാനയും കാര്യങ്ങളും, ഒരു പഴയ കാലത്തെ പിയാനോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്തേ, പഴയ ഒരു പിയാനോ ഇരിക്കുന്നു. പ്ലേ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. നമ്മൾ ഒത്തിരി ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പടങ്ങളും കാര്യങ്ങളും എന്തൊക്കെയോ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും ഇടയ്ക്ക് ഓപ്പറേറ്റിംഗ് ആയിരുന്നു വീണ്ടും. അപ്പോൾ ഇവർ മിക്കവാറും അതെ ഇപ്പം പ്രവർത്തിക്കുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ തോന്നേ. ഈ ടേബിളൊക്കെ കണ്ടോ, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ കൊള്ളാം കേട്ടോ. മൊത്തത്തിൽ കുറേ പടങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. വോളിക്കൂടി കൊള്ളാം. ഈ വഴിയും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടില്ല, എല്ലാം പഴയ രീതിയിലല്ലേ. നമ്മളപ്പോൾ മുമ്പേ കണ്ട ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് നമ്മൾ കയറിയില്ലല്ലോ. നമ്മൾ എന്തോ ഹോൾ ഓഫ് ഗാലറിയോ ഇല്ല, അത് അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് കയറിയത്. കുഴപ്പമില്ല, നമുക്ക് നേരെ ഇതുവഴി കയറായിരിക്കും. അപ്പോൾ എന്തായാലും ചെറുമോട് കുഞ്ഞിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ താഴെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം കേട്ടോ. നല്ല രസമുണ്ട് ഇതിലൊന്ന് നടക്കാനായിട്ട്. കൊള്ളാം.
എല്ലാം ഒരു പഴയ സെറ്റപ്പ്. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ കയറാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ നേരെ പൂളിലേക്ക് പോകുന്നത് അല്ലേ. ഇതിൻ്റെ ഈ ഒരു സൈഡിലും എന്തൊക്കെയോ സംഭവമുണ്ട്. ദിസ് സ്പേസ് ഈസ് കറൻ്റ്ലി ക്ലോസ് ടു പബ്ലിക്. എന്താണിത്? പഴയ തുരങ്കം പോലത്തെ എന്തോ സെറ്റപ്പാണോ? അല്ല, അകത്ത് മാത്രം ഒരു ചെറിയ മുറി. കൊള്ളാം. എല്ലായിടത്തും കലാസൃഷ്ടികളാണ്. ഇവിടെ എന്തോ ഒരു സാധനം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോയി നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓട്ടം കഴിഞ്ഞ് വിൻ്റർ സ്റ്റാർട്ടായി, എന്നിട്ടും മരങ്ങളിലെ പൂക്കളൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. എനിക്കൊന്ന് പ്രോപ്പർ ഓട്ടത്തിൻ്റെ സമയത്ത് വരുവാണെങ്കിൽ ഇതിലും ഭംഗി കാണിക്കും കേട്ടോ. ആ ഒരു കെട്ടിടം നോക്കി, ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയോട് നല്ല ചേർന്നിരിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ പഴയ കാലത്തെ ബിൽഡിങ്. പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആർട്ടിസ്റ്റുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് 1930-ലൊക്കെ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി എത്ര ക്യൂട്ടായിട്ടാണല്ലോ ഈ വീടൊക്കെ പണിതിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ആ ഒരു മേളിലേക്കുള്ള റൂമിലേക്ക് ഇതുവഴി ഒരു ചെറിയ ഒരു വഴിയുണ്ട്. അതുകൂടാതെ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ബാൽക്കണിയും ചുറ്റും മരങ്ങളും പൂക്കളും ഇലകളും എല്ലാം കൊണ്ടും പ്രകൃതിയായിട്ട് കംപ്ലീറ്റ് ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി ബിൽഡിങ്ങാണിത്. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് വന്നപ്പോഴേക്കാണ് ഇതിനകത്ത് അടിപൊളി ഒരു സ്ഥലം നമ്മൾ കണ്ടത്. അപ്പോൾ ശരിക്കും അതിനകത്ത് അടിപൊളി ഒരു സ്ഥലമുണ്ട്. അവിടെ പഴയ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ പുരാവസ്തു സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് കയറാം. അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് മാറിയതാണ്. നമുക്ക് അവരിറങ്ങിയതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ എടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതുപോലത്തെ കലാപരമായ ഓരോ സൃഷ്ടികളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ആദ്യം കയറാമെന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങാണ്. നമുക്കവിടെ കയറണം. നമുക്കെന്തായാലും ഇതിനകത്ത് കയറി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം അതിനകത്തേക്ക് കയറാനായിട്ട് കേട്ടോ. ഈ സൈഡിൽ നിന്നുള്ളൊരു ലുക്കൊക്കെ നോക്കി എന്ത് രസമാണെന്നത്. ഒരു ബിൽഡിങ്ങും വഴിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കൂടെ ഇവിടെ ആർട്ട് വർക്കും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ചെറിയ റൂമാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ അധികം പുരാവസ്തു ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു പഴയ എനിക്കൊന്ന് വരച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരാളുടെ ഒരു ചിത്രം അവിടെയുണ്ട്. നമ്മളൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന സൈസ് ഒരു സ്റ്റോറേജ് പെട്ടി. പഴയ കാലത്തെ നമ്മൾ മുമ്പേ കണ്ട ബിൽഡിങ്ങിനകമാണ് കേട്ടോ ഇത്. ഇതെല്ലാം വരച്ച പടങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇതെല്ലാം വരച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ പഴയ കാലത്തെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആകാനാണ് സാധ്യത. അല്ലെ പിന്നെ ഇത്രയും കാര്യമായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെക്കത്തില്ലല്ലോ. ആ വോളും ഈ ഒരു പടങ്ങളും എല്ലാം കൂടെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പടം ഇത് ഭയങ്കര ജീവനുള്ളൊരു പടമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതും നമ്മൾ ആ ലൈറ്റിങ്ങും എല്ലാം കൂടി കയറി വന്നപ്പോഴേക്ക് ഇത് കണ്ടില്ലേ, ഒരാളവിടെ നിൽക്കുന്നതല്ല എനിക്ക് തോന്നിയത്. ശരിക്കും നല്ല രീതിയിൽ പണ്ടാരോ വരച്ച ഒരു ചിത്രമാണ്. ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവിടെയൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്പം എനിക്കിങ്ങനെ എല്ലാം അസ്യൂം ചെയ്യാമെന്നല്ലാതെ ഇതൊക്കെ വരച്ചതാണോ അല്ലയോ ഇത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതൊന്നും അറിയാൻ മാത്രം ഇവരൊന്നും എഴുതി വെച്ചിട്ടില്ല മ്യൂസിയം പോലെ. വാവ്, ഇതിനകത്തൂടെ ഒരു ചെറിയ വഴിയുണ്ടോ മേളിലേക്ക്? കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ചേടാ, ഇത് കൊള്ളാമല്ലോ സംഭവം. എനിക്ക് തോന്നുന്നു ഇതുവഴി നമ്മൾ നേരെ അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, ദിസ് ഈസ് വെരി നൈസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ മേളത്തെ ബിൽഡിങ്ങിലേക്ക് കയറാനായിട്ടൊരു വഴിയുണ്ട് കേട്ടോ. കൊള്ളാം. നമുക്കെന്തായാലും അവരെയാണ് കൂട്ടിക്കൊണ്ട് ഇതിനകത്തേക്ക് വരാം. നമുക്ക് തൽക്കാലം താഴെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് മേളിൽ പോയി അവരെവിടെ കൂട്ടിയിട്ട് വന്നിട്ട് അവരെവിടെ കൂട്ടി നമുക്ക് ഇവിടെയൊക്കെ വിശദമായിട്ട് കാണാം കേട്ടോ. എന്തായാലും ഇത് കൊള്ളാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ ഒരിടത്തും എനിക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1941-നും 1948-നും ഇടയ്ക്ക് വരച്ചിട്ടുള്ള ഓയിൽ ഓൺ ബോർഡ്, ഓയിൽ പെയിൻറ്റിംഗ് ആണതൊക്കെ. നൈസ്, ഒന്നും പറയാനില്ല, അടിപൊളി. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ബാക്കി സ്ഥലം കാണാം കേട്ടോ. അത് പള്ളി, നമുക്കത് കയറി കാണണം. പക്ഷേ അതിന് മുമ്പ് ഇതൊന്ന് കണ്ടിട്ട് പോവേ. ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞാൽ ഇവരവിടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന്. ഞാനിപ്പം ഓൾറെഡി ഇതിലെ ഒന്ന് റൗണ്ട് അടിച്ചതാണ്. അപ്പോൾ പോയ വഴി തന്നെ നമുക്ക് പോയി ഇവരവിടെ കൂട്ടി അകത്തേക്കൊക്കെ വളരെ കാര്യമായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ വഴിയൊക്കെ? ഇഷ്ടപ്പെട്ടോ? വഴിയൊക്കെ എങ്ങനെയുണ്ട് അല്ലേ? ഇതിലെ പോയ ഇനിയും കുറേ ഭംഗിയുള്ള കാര്യങ്ങളോട് കാണിച്ചു തരാം. വാ, എങ്ങനെയുണ്ട് ഈ വ്യൂ? ആ വീടിൻ്റെ കൊച്ചു ബാൽക്കണി ഉണ്ടോ?
നല്ല രസമല്ലേ? അതുപോലെ ഈ മേളിലെ മുറിയിലേക്ക് ഉണ്ടല്ലോ ഒരു വഴി ഇതിൽ, ഇത് കണ്ടോ, കുഞ്ഞു വഴി. അടിപൊളിയായിരിക്കും. അതേ ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് എന്താ ഐഡിയപരമായിട്ടാന്നേ, അത് ഈ പ്രകൃതിയായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലല്ലേ, അതേക്കടെ തന്നെ ചെടികളും മരങ്ങളും. അപ്പം ഞാൻ നേരത്തെ വന്ന സ്ഥലത്തോട് ഇവർ ഒന്നര കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടുന്ന് മേളിലേക്ക് പോകാം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ ഞങ്ങളെ? ഞാൻ നേരത്തെ എടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾ ഇത് കാണിച്ചില്ല, ഇവിടെ ചെറിയ കുഞ്ഞ് ബാൽക്കണി ഉണ്ട് കണ്ടോ, പഴയ കാലത്തെ ഒരു കുട്ടി ബാൽക്കണിയാണത്. അവിടെ കയറി ഇങ്ങനെ നിൽക്കും. ശരിക്കും പഴയ കാലത്തെ വീടുകളല്ലേ കാണാൻ ഭയങ്കര ഭംഗി, എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു. ബാൽക്കണിയിലേക്കുള്ള ചെറിയ വഴിയുണ്ട് നമ്മളെ ഇവിടുന്ന്. ഈ പടങ്ങളൊക്കെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചാണല്ലോ. നമുക്കിനി അപ്പം ഇവിടെ നിന്ന് മുന്നോട്ടാണ് പോകാനുള്ളത് അല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ പഴയ കാലത്തെ കസേരകളൊക്കെ കിടക്കുന്നുണ്ടോ? ഒരു കുഞ്ഞ് വഴി കൂടെ വേണം നമുക്ക് മേളിലേക്ക് പോകാനല്ലേ? നല്ല രസമല്ലേ കാണാനായിട്ട്? ഇതൊരു കുഞ്ഞു കൊച്ചിൻ്റെ തലയിരിക്കും. അടിപൊളിയായിരുന്നു. 2 ദിവസം നിന്ന് കഴിയുമ്പോൾ പറയും മോഡേൺ വീട് വേണോ. വാ, ഇത് പഴയ കാലത്തെ ഒരു ഭയങ്കരൻ ഡൈനിങ് ഹാളാണ് ചെറുമോളെ. എൻ്റെ അമ്മേ, എന്ത് വലുപ്പമാണ് നോക്കിയതിന്. വാവ്, ഒരു പഴയ കാല ഡൈനിങ് ഹാളല്ലേ? ഓക്കെ, അപ്പം അപ്പുറത്ത് കണ്ടത് കിച്ചൺ പോലെ ചെറിയ സെറ്റപ്പായിരുന്നു. ആ ബാൽക്കണിയിലേക്ക് ഇവിടുന്ന് വഴിയുണ്ട്. അവിടെ നിന്ന് ഇനി മേളിലേക്ക് ബാൽക്കണിയിലേക്ക് വഴിയുണ്ട് കയറി പോകാനായിട്ട്. പക്ഷേ അത് അടച്ചിരിക്കുകയാണ്. വീണ്ടും മേളിലേക്കുണ്ട് കേട്ടോ. പിന്നല്ല, പണ്ട് കാലത്തെ ഒരു ഡൈനിങ് റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. വാവ്, ആ മേളത്തെ ലൈറ്റൊക്കെ നോക്കി, കുഞ്ഞു തന്നെ വാവ് എന്ന് പറയാണല്ലേ. ഒന്ന് ചുറ്റി കാണിക്കട്ടെ കേട്ടോ. ഇവിടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കുഞ്ഞു വാതിലും എല്ലാം നിഗൂഢതകളും അറകളുമാണ് ആയിരിക്കും. പണ്ട് യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ സ്ഥലവും എല്ലാ വീടുകളും കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് ആ ഒരു പഴയ കാലത്തെ 1930 ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു ഡൈനിങ് റൂം അല്ലേ നമ്മളെ? ഇതെല്ലാം ഫ്രാൻസിൽ നിന്ന് വന്ന അന്നത്തെ കുറേ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി അതേ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ നോക്കിയാൽ നമ്മളെ ജനാലയും കർട്ടനൊക്കെ നോക്കിയാൽ പഴയ കാലത്തെ. ഞങ്ങൾക്ക് എന്ത് പഴയ കാലം, ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ് ഇവിടെ. സോയിക്കുട്ടൻ അടിപൊളിയല്ലേ? എനിക്ക് ആ ജനലൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മളെ അവിടെ ഉണ്ട് നമ്മളെ ഒരു ബാൽക്കണി. മെയിൻ ആൾക്ക് വന്നിട്ട് അനൗൺസ്മെന്റ് നടത്താനായിരിക്കും ഇവിടെ ബാക്കിയുള്ള ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഏതാ അതെന്താണോ എന്തോ. ഇത് നോക്കി, ഇവിടെ നിന്ന് രാജാവ് അനൗൺസ്മെന്റ് നടത്തുന്നു, താഴെ നിന്ന് എല്ലാവരും ഫുഡ് അടിക്കുന്നു. ആ ഒരു സെറ്റപ്പ് വളരെ സൂക്ഷിച്ച് കയറി പോകാൻ പറ്റും. ആ കൊള്ളാം, അടിപൊളി കേട്ടോ. നമുക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമുക്കെന്തായാലും ഓക്കേ, നമ്മൾ ഈ ബിൽഡിങ്ങാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതിനകത്തേക്ക് കയറാൻ നമ്മൾ പറഞ്ഞില്ലേ, താഴെ കയറാൻ വഴിയില്ലായിരുന്നു ശരിക്കും. ആ ബിൽഡിങ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ ഒന്ന് അല്ലേ? നമുക്ക് പുറത്തിറങ്ങി നോക്കാം വാ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ, അതിനകത്ത് തന്നെ നമ്മൾ കയറിയത്. അപ്പോൾ വന്ന വഴി തന്നെ നമുക്ക് തിരിച്ചിറങ്ങണം. ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചിറങ്ങില്ല, തലയിടിക്കും അല്ലേ? നമുക്ക് അതെ അതെ അതെ. ഇതേ ചേട്ടൻ്റെ പടം നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. പുള്ളിയാന്ന് തോന്നുന്നു അന്നത്തെ ആർട്ടിസ്റ്റ്. ബ്രഷൊക്കെ ഉണ്ട് കയ്യിൽ. അടിപൊളി, എല്ലാം പഴയ സാധനങ്ങളും അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ ശരിക്കും 2:30 ഇത് വൈകുന്നേരം 4 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് അതിലെ പോയി നോക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. വാ, പെട്ടെന്നൊന്ന് കറങ്ങാം. ഇവിടെ എന്തൊക്കെയുള്ളത് കാണാൻ മാത്രമുള്ള ഉണ്ട്. ശരിക്കും റിലാക്സ് ചെയ്യാനാണെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. ഓക്കെ, ഇങ്ങോട്ട് വെറുതെ കറങ്ങി ഇരിക്കാൻ പറ്റിയ അങ്ങനത്തെ സ്ഥലങ്ങളും പാർക്ക് പോലത്തെ നമ്മൾ നേരത്തെ തന്നെ പള്ളിയാന്ന് തോന്നുന്നു അല്ലേ? നമുക്കത് അങ്ങോട്ട് പോയാലോ ഇനി? വാ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിനോട് തന്നെ ചേർന്ന ഒരു പള്ളിയും കൂടെ ഉണ്ടെന്ന് അവരുടെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പള്ളി ഒന്ന് കാണാം. വാ. ശരിക്കും പറഞ്ഞാൽ അന്ന് എന്താ ഈ പള്ളി അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുണ്ടായിരുന്നാണോ? ഇവരേ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ?
ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈശോയുടെ രൂപമൊക്കെ വേറെ ആണല്ലോ, വേറൊരു ഷേപ്പാണല്ലോ. നമ്മളൊക്കെ യൂഷ്വലി കണ്ടിരിക്കുന്ന കർത്താവല്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ അത്. അതെ, സ്ഥലം ഇതായിരിക്കും. കാരണം ഇതുണ്ടോ, പക്ഷെ അതിനകത്ത് കർത്താവിൻ്റെ ഒക്കെ രൂപം കണ്ടോ, എന്തോ ഒരു ഷേപ്പായിട്ടൊക്കെ ഇരിക്കുന്നു. മുഖമൊക്കെ വേറെ രീതിയിലാണല്ലേ, ഒരു കണ്ടൊരു ഭംഗിയില്ലാത്ത രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മൾ കണ്ടിരിക്കുന്ന യൂഷ്വൽ കർത്താവിൻ്റെ ഒരു ഫോട്ടോ അല്ലത്. പിന്നെ ഇവിടെ എല്ലാം ഈശോയുടെ പടമൊക്കെയാണ്, ഫുള്ള് ചിത്ര രചനയാണ് അല്ലേ, പടം വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും മേളിലൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. എനിക്കൊന്ന് മാതാവാണോ അത്, മാതാവ് സ്വർഗാരോഹണം ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. ഇതിനങ്ങോട്ട് വഴിയുണ്ടല്ലേ. ഓക്കെ, ഈ സെമിത്തേരി നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടത്, തൊട്ടടുത്ത് തന്നെ. ഇതിനകത്തൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങ് താഴെ കാണുന്നതാണ് സെമിത്തേരി. പക്ഷേ എനിക്ക് ആ കർത്താവിൻ്റെ യൂഷ്വൽ ഷേപ്പ് അല്ലല്ലോ അല്ലേ, നമ്മൾ കണ്ട ആ ഒരു കർത്താവിൻ്റെ രൂപമല്ല. അതെ അതെ അതെ. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള പള്ളിയാട്ടോ. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പഴയ കാലത്തെ ആ ഒരു പള്ളിയും പഴയ കാലത്തെ ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ, ലൈറ്റിങ്ങൊക്കെ കണ്ടോ, ഇപ്പോഴും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. എൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, ഫുള്ള് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടാണ് കേട്ടോ കാണാനായിട്ട്. ഇവർ തന്നെ ഒരു സെമിത്തേരിയാണ് അതിൻ്റെ തൊട്ട് താഴെ കണ്ടത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതും പോപ്പുലർ എന്തോ സെമിത്തേരിയൊക്കെയാണ് പഴയ കാലത്തെ. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ പണ്ട് ദേവദൂതൻ സിനിമയിൽ കണ്ടിരിക്കുന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പോലെ ഉണ്ടല്ലോ, കൊള്ളാലോ. ചെറുമോളെ, ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് കണ്ടായിരുന്നു നിങ്ങൾ? നമ്മൾ പണ്ട് ദേവദൂതൻ സിനിമയൊക്കെ കണ്ടില്ലേ, ആ സംഭവമാണോ അത്? അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ, കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ അതെ, നോക്കി ഇതിനകത്ത് അതിൻ്റെ മ്യൂസിക്കൽ സ്ട്രിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കേട്ടോ. ഞാനിത് വലിച്ചു വെറുതെ കളയുന്നില്ല, നമ്മളായിട്ടൊന്നും നശിപ്പിക്കരുതല്ലോ, പഴയ കാലത്തെ സാധനങ്ങളാണ്. എന്നാലും എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചവിട്ടാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്, നോക്കി കൊള്ളാം കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. പഴയ കാലത്തെ ഇത് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം, കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നേരത്തെ കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് പള്ളിയുടെ മൊത്തം വ്യൂ നിങ്ങളെ ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല. ഇതാണ് ആ ഒരു പള്ളി, ഇത് കണ്ടില്ലേ. നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ഈശോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈശോയാണ് ഇവിടുത്തെ കുരിശി കിടക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ കണ്ട ഒരു വ്യത്യാസം. ബാക്കിയൊക്കെ നമ്മുടെ പുതിയ പള്ളികളൊക്കെ പോലെ തന്നെ, പക്ഷേ വരച്ചിരിക്കുന്ന പടങ്ങളൊക്കെ ഒറിജിനലായിട്ട് വരച്ചിരിക്കുന്ന പടങ്ങളാണ്, ഫോട്ടോസോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, പണ്ടത്തെ കാലത്തെ അല്ലേ. പിന്നെ ഒത്തിരി ആർട്ട് വർക്കുകളും കൊത്തു വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓരോരോ ആൾക്കാരെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേളിൽ തടിയാണ്, കൊള്ളാം. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. എന്തൊരു അടിപൊളി പള്ളിയായിരുന്നു അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ഗ്രേറ്റ് ഹാൾ ഗ്യാലറിയിൽ നമ്മളിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാട്ടോ കയറിയ മുമ്പേ. ഇതിലൊരു വഴിയുണ്ട്, നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം.
ഇപ്പോൾ ഏകദേശം 3 മണിയായി. നമ്മുടെ ലഞ്ച് ശരിക്കും ബ്രഞ്ചാണ് നമ്മളിന്ന് കഴിച്ചത്. അപ്പോൾ എന്തായാലും വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നതാണ് മെയിൻ. നമുക്കെന്തായാലും ഇവിടുത്തെ കഫേയിൽ എന്താ ഉള്ളതെന്നൊക്കെ നോക്കി അറിയത്തില്ല. എന്തായാലും അവിടെ പോയി നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ. ബാ. എന്തായാലും നമ്മൾ ചെന്നപ്പോഴേക്കും കിച്ചണൊന്നും അടച്ചിട്ടില്ലായിരുന്നു. ചെറിയൊരു കഫേ ആണെങ്കിലും നല്ല മെനു ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ ഫുഡൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സ്മൂത്തിയാണ്. ഇങ്ങനെ ബോട്ടിലാണ് വരുന്നത് അല്ലേ. ബട്ടർ ചിക്കൻ ഫിലോയും പറഞ്ഞു, ലാംബ് ആൻഡ് റോസ്മേരി ഫിലോയും പറഞ്ഞു, പിന്നെ ഒരു സ്മൂത്തിയും പറഞ്ഞു, ഒരു 0 ഷുഗർ കോക്കും പറഞ്ഞു. എന്തായാലും എല്ലാം വരട്ടെ. ഒരാളാണ് ഇവിടെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കുകയാണ് അല്ലേ. പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോന്നല്ലേ. നല്ല സുഖമുണ്ട്, നല്ല വ്യൂ അവിടെ. ഇവനെ കഫേയുടെ സൈഡിൽ നിന്നല്ലേ കാണാൻ എന്ത് ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. കഫേയിൽ നിന്ന് നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇറങ്ങാൻ നേരം ഈ ഒരു മെഷീൻ എന്താ നിങ്ങളെ കാണിച്ചു തരാം. അന്ന് കണ്ടോ, ഇത് കാണാൻ ഈ ഒന്ന് ശരിക്കും റോഡ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മെഷീനാണ്. പഴയ ഐറ്റമാണ് കേട്ടോ, അടിപൊളി. അതിൻ്റെ സ്റ്റീറിങ് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മൾ ഓസ്ട്രേലിയയിലെ ഈ ഒരു കുട്ടി യൂറോപ്യൻ വില്ലേജൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയും ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. കുറച്ചേ ഉള്ളെങ്കിലും അടിപൊളിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കാണുക. നമ്മുടെ മെൽബൺ സിറ്റിയിൽ നിന്ന് ഒരു 40 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. എൽത്താമിലാണ്. ഇതിൻ്റെ പേരെന്നോട് പറഞ്ഞാൽ കൂടെ മോൺസാൽവത്ത് അല്ലേ. മോൺസാൽവത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആർട്സ് ഗാലറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആർട്സ് ഗാലറിയാണ്. ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈൽ വില്ലേജ് അവർ അന്നത്തെ കാലത്ത് വന്നിട്ട് അവരുടേതായ രീതിയിലെല്ലാം ആർട്ടിസ്റ്റുകൾ അന്നത്തെ കാലത്തെ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിനൊന്നും ഒരു മാറ്റം വരുത്താതെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ഡേ നല്ലപോലെ സ്പെൻഡ് ചെയ്യാം. നമ്മുടെ ഡക്കുകൾ വന്നു. അതെ, ഒരു കഫേ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് ഫുഡ് കഴിക്കാം, എൻജോയ് ചെയ്യാം. അപ്പം ഒരു ഡേ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റു ചില അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.